നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ഡൽഹി സ്ഫോടനം അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ആസൂത്രിത ആക്രമണം അല്ലെന്നും പരിഭ്രാന്തിയിൽ നടന്ന സ്ഫോടനമാണെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പദ്ധതിയിട്ടത് ഉഗ്രസ്ഫോടനമാണെന്നും എന്നാൽ പൊട്ടിത്തെറിച്ചത് നിർമ്മാണം പൂർത്തിയാക്കാത്ത ബോംബാണെന്നും അതിനാൽ സ്ഫോടനത്തിൻ്റെ തീവ്രത കുറഞ്ഞുവെന്നും ചാവേറിൻ്റെ രീതി പിന്തുടർന്നില്ല എന്നുമാണ് നിഗമനം. സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച I-20 കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമറിൻ്റെ കൂട്ടാളിൽ നിന്ന് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതറിഞ്ഞ് ഉമർ പരിഭ്രാന്തനായെന്നും ഇതേ തുടർന്ന് നേരത്തെ സൂക്ഷിച്ചു വെച്ച സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർന്ന് കാറിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുമ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ദില്ലി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ നിർദ്ദേശം നൽകിയത് ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് സൂചന. ദില്ലിയിലെ പ്രധാന സ്ഥലത്ത് സ്ഫോടനം നടത്തണമെന്ന നിർദ്ദേശം ജെയ്ഷെ മുഹമ്മദിൽ നിന്ന് ഈ സംഘത്തിന് കിട്ടിയതായി അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചനകൾ. സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് പലരെയും കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ നിന്നുമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ദില്ലിയിലെ ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിലെ ധനസഹായം പ്രഖ്യാപിച്ചു ദില്ലി സർക്കാർ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. അംഗവൈകല്യം സംഭവിച്ചവർക്ക് 5 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നവയിൽ ചിലത് മൃതദേഹഭാഗങ്ങൾ മാത്രമാണ്. ഇവ തിരിച്ചറിയാൻ DNA പരിശോധന അടക്കം നടത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ആയുധങ്ങളുമായി അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗവുമായി ബന്ധമുണ്ടെന്ന് ദില്ലി പോലീസ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ചുമതല ഇവർക്ക് നൽകിയിരുന്നതായി ദില്ലി പോലീസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസു റിമാൻഡിൽ. കേസിലെ 3-ാം പ്രതിയെ വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. നവംബർ 24 വരെയാണ് റിമാൻഡ് ചെയ്തത്. വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു അറസ്റ്റായയുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതൃത്വത്തിൻ്റെ പങ്ക് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രിയെയും നിലവിലെ ദേവസ്വം മന്ത്രിയെയും പ്രതികളാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സന്നിധാനത്തെ പുതിയ പോലീസ് കൺട്രോളറുടെ നിയമനത്തിൽ ഉദ്യോഗസ്ഥനെ പറ്റിയുള്ള സമഗ്രമായ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. ഉദ്യോഗസ്ഥൻ്റെ സർവീസ് കാലയളവിലെ മികവ്, സ്വഭാവം, അച്ചടക്ക നടപടി നേരിട്ടുണ്ട് തുടങ്ങിയ വിശദാംശങ്ങൾ അടങ്ങിയതായിരിക്കണം റിപ്പോർട്ട്. പുതുതായി നിയമിച്ച R. കൃഷ്ണകുമാറിൻ്റെ വിവരങ്ങളാണ് ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ 3-ാം ഭരണത്തിലേക്കുള്ള കാൽവെപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വളരെ വ്യക്തമായ കാഴ്ചപ്പാട് കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിക്കുന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ UDF മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. 40 ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്നലെ UDF പ്രസിദ്ധീകരിച്ചത്. 3 ജനറൽ സീറ്റിലടക്കം 22 ഡിവിഷനിൽ സ്ത്രീകളെയാണ് UDF മത്സരത്തിന് ഇറക്കുന്നത്. തൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിന് ഇടയാക്കിയ വാർത്ത ബോധപൂർവ്വം സൃഷ്ടിച്ചാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജൻ തെറ്റുപറ്റിയെന്ന് പ്രസാദ് തന്നെ പറഞ്ഞു. സംഭവത്തിന് കാരണക്കാരനായ വ്യക്തിയെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതായും പ്രസാദകർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടർ നടപടിക്ക് പോകുന്നില്ലെന്നും EP പറഞ്ഞു. വിവരാവകാശ അപേക്ഷകൾ രേഖകളുടെ പകർപ്പ് ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കാൻ വ്യക്തമായ അറിയിപ്പ് നിശ്ചിത സമയത്തിന് നൽകിയിലെ രേഖകൾ സൗജന്യമായി നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ കോഴിക്കോട് കളക്ടർ കോൺഫറൻസ് നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. സ്കൂളിലെ ഓഫീസ് മുറികളുടെ വാതിൽ തകർത്താണ് മോഷണം നടത്തിയത്. ഹെഡ്മാസ്റ്ററുടെ മുറിയുടെയും സ്റ്റാഫ് റൂമിൻ്റെയും വാതിലുകളാണ് തകർത്തത്. ഹെഡ്മാസ്റ്റർ മുറിയിൽ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 3600 രൂപ മോഷ്ടാവ് കവർന്നു. സ്കൂൾ ബസ്സുകൾക്ക് ഡീസൽ അടിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞു. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ തെരുവുനായ ആക്രമണത്തിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു വനമന്ത്രി AK ശശീന്ദ്രൻ. അന്വേഷണത്തിന് വനമന്ത്രി സമിതി രൂപീകരിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണൻ, വനം വിജിലൻസ് വിഭാഗം CCF ജോർജ് P. മാത്തൻ, ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരാണ് അംഗങ്ങൾ. കണ്ണൂർ കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ ലീഗ് കോൺഗ്രസ് തർക്കം. വാരം ഡിവിഷൻ വാഗ്ദാനം ചെയ്തുള്ള മുൻ DCC അധ്യക്ഷൻ്റെ കത്ത് പുറത്തുവിട്ട് ലീഗ് അധിക ലിസ്റ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ കടുംപിടുത്തം തുറന്നോടെ സീറ്റ് വിഭജനം പൂർത്തിയായില്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. കാരപ്പറമ്പിൽ നവ്യ ഹരിദാസ് സ്ഥാനാർത്ഥി ആകും.
കൊല്ലം കോർപ്പറേഷനിൽ ND ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 22 ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി വടക്കുവിളയിൽ മത്സരിക്കും. തൃശ്ശൂരിലെ മുൻ MPയും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ TN പ്രതാപനെ AICC സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. AICC ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പുതുച്ചേരിയുടെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയാണ് ഇദ്ദേഹത്തിന് ഉണ്ടാവുക. നടൻ അജിത് കുമാറിൻ്റെയും നടി രമ്യ കൃഷ്ണൻ്റെയും വസതികൾക്ക് വ്യാജ ബോംബെന്ന് ഭീഷണി. തമിഴ്നാട് DGP ഓഫീസിലാണ് സന്ദേശം ലഭിച്ചത്. നടനും രാഷ്ട്രീയ നേതാവുമായ SP ശേഖരൻ്റെ വീടിന് നേരെയും ഭീഷണി സന്ദേശം ലഭിച്ചു. മണിക്കൂറോളം നീണ്ടുന്ന പരിശോധനയ്ക്കൊടുവിലാണ് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചത്. ഭീഷണി സന്ദേശത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് പോലീസ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ 66.91% പോളിംഗ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് അവസാനിച്ചോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം NDAക്ക് അധികാര തുടർച്ചയാണ് പ്രവചിക്കുന്നത്. ഡൽഹി സ്ഫോടനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ആവശ്യപ്പെട്ടു. ചെങ്കോട്ട സ്ഫോടനം പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്തത് വലിയ പ്രാധാന്യത്തോടെ. ഇന്ത്യയിലെ ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് സ്ഫോടനം അന്വേഷിക്കുന്നതെന്ന് പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രങ്ങളായ ഡോൺ, ജിയോ ന്യൂസ്, ദി എക്സ്പ്രസ് ട്രിബ്യൂണൽ, ദി ന്യൂസ് ഇൻ്റർനാഷണൽ, പാകിസ്ഥാൻ ടുഡേ എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പ്രാദേശിക കോടതിക്ക് പുറത്ത് ഉഗ്രസ്ഫോടനം. സംഭവത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിൻ്റെ കാരണം അറിവായിട്ടില്ല. പാകിസ്ഥാനിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദ് കോടതിക്ക് സമയം 12 പേർ കൊല്ലപ്പെട്ട ചാവേർ ആക്രമണത്തിനും അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള വാനയിലെ കേഡറ്റ് കോളേജിൽ നടന്ന ആക്രമണത്തിനും പിന്നിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. ഇത് ആ രാജ്യത്തെ വിഭ്രാന്തിയിലായ നേതൃത്വം വ്യാജമായ കഥകൾ മെനയാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണെന്നും ഇന്ത്യ പറഞ്ഞു. തുർക്കിയുടെ സൈനിക ചരക്ക് വിമാനം ജോർജിയ അസർബൈജാൻ അതിർത്തിയിൽ തകർന്നു വീണതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വിമാനത്തിൽ 20 സൈനികരുണ്ടായിരുന്നതാണ് റിപ്പോർട്ട്. അസർബൈജാനിൽ നിന്ന് തുർക്കിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം. പ്രമുഖ വ്യവസായി MA യൂസഫലി നയിക്കുന്ന അബുദാബി ആസ്ഥാനമായ ലുലു റീറ്റെയിൽ നടപ്പ് വർഷം 3-ാം പാദത്തിൽ $3.6 കോടി ലാഭം രേഖപ്പെടുത്തി. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്ര ജിതിൻ K. ജോസ് സംവിധാനം നിർവഹിച്ച കളങ്കവാൽ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഗാനം പുറത്ത്. നീലാകായും എന്ന വരികളോട് ആരംഭിക്കുന്ന ഗാനത്തിൻ്റെ ലിറിക്കൽ വീഡിയോ ആണ് റിലീസ് ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.